അതാണ് സർവാപത്തിക്ക് ഹേതുവായിരിക്കുന്നതെന്ന് പറയുന്നു. ജ്ഞാനമാണ് സർവാത്മഭാവത്തിന് ഹേതുവായിരിക്കുന്നതെന്ന് പറയുന്നു. അതിനെ ഈ തരത്തിൽ മനസ്സിലാക്കും. അതിന് ക്രിയ കർമ്മവുമായിട്ട് ബന്ധമൊന്നുമില്ല. അജ്ഞാനമാത്ര വ്യവധേ, അജ്ഞാനനാശമാണ്. ബ്രഹ്മൈകാത്മ്യഫലസ്ഥിത, ബ്രഹ്മൈകാത്മ്യഫലം എന്ന് പറയുന്നത് അതാണ്. ഫലമെന്ന് പറഞ്ഞാലും അത് ക്രിയാഫലം പോലെയുള്ള ഒരു ഫലമല്ല, അത് സ്വസ്വരൂപം തന്നെ. ബ്രഹ്മവിദ്യ അതിരേകേണ, ആ സർവാത്മഭാവത്തിന് ബ്രഹ്മവിദ്യ അല്ലാതെ തത്പ്രാപ്തവുന്ന അപരാക്രിയ, അതിനെ പ്രാപിക്കുന്നതിന് വേറെ ക്രിയൊന്നുമില്ല. ഇവിടെയെല്ലാം ആ ഭാഷയുടെ പരിമിതികളെ അതിന്റെ താല്പര്യം കൊണ്ട് നമ്മൾ ഉല്ലംഘിക്കണം, അതിജീവിക്കണം. എന്നുവെച്ചാൽ ഭാഷയുടെ പരിമിതി എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ പറയുന്നത് തദ്ഫലം, വേറെടുത്ത് പറയുന്നത് ഫലമല്ല. ഇവിടെ പറയും അജ്ഞാന വ്യവധാനം, വേറെ പറയും അജ്ഞാനം വ്യവധാനമല്ല. താല്പര്യത്തിലൂടെ അത് മനസ്സിലാക്കണം. ഭാഷ ഇങ്ങനെ പ്രയോഗിക്കാൻ കഴിയും. പിന്നെ പറയുന്നു ബ്രഹ്മവിദ്യ അതിരേകണ തത്പ്രാപ്തു നാപരാക്രിയ. ബ്രഹ്മവിദ്യ മറ്റു വിദ്യകളെ പോലെ ഒരു വിദ്യയാണ് അല്ല, അത് സ്വസ്വരൂപം തന്നെ. ഭാഷയിലൂടെ പറയുന്നിടത്ത് താല്പര്യത്തെ ഗ്രഹിക്കുമ്പോൾ ആ ഭാഷയുടെ പരിമിതി ഇല്ലാതാകും. ജ്ഞാനത്തിന് പരിമിതികളില്ല, പക്ഷെ ജ്ഞാനത്തിന് ഉപായമായി സ്വീകരിച്ചിരിക്കുന്ന ഭാഷയ്ക്ക് പരിമിതിയുണ്ട്. അതുകൊണ്ടിവിടെ ക്രിയാസാധ്യമായ ഒന്നല്ല. ഇത് ഇത്രയും വിശദീകരിക്കുന്ന എന്തിനാ? ഇത് ഉപാസനയുടെ ഫലമല്ല എന്ന് പറയാൻ പറ്റും, ധ്യാനഫലമല്ല എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഇതിങ്ങനെയാ സംഭവിക്കുന്നത്. ഇതിൽ സംശയിക്കാനൊന്നുമില്ല. ജ്ഞാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? സാധാരണ അതെങ്ങനെ അറിവില്ലായ്മയെ നശിപ്പിക്കുന്നു, എങ്ങനെ അത് വിഷയത്തെ പ്രകാശിപ്പിക്കുന്നു എന്നൊക്കെയുള്ള ഒരു ബോധം സാമാന്യബോധമുള്ള ഒരാൾ ഇതും മനസ്സിലാക്കും. ഇവിടെ എന്താണ് ആത്മബോധം, എന്താണ് അജ്ഞാനനാശം എന്നുള്ളത് മനസ്സിലാകും. ജ്ഞാനാദേവ തസിദ്ധിർ വ്യർത്ഥ തതുപാസ. ഈ ധ്യാനം അല്ലെങ്കിൽ ഉപാസന എന്തിനു വേണ്ടിയുള്ള ഉപാസന? ഈ ആത്മബോധത്തിന്, സർവാത്മഭാവത്തിന് വേണ്ടിയിട്ടുള്ള ഉപാസന വ്യർത്ഥമാണ് എന്നർത്ഥം. ധ്യാനം വ്യർത്ഥം എന്നല്ല പറയുന്നു, അങ്ങനെ എടുക്കരുത്, ആശയക്കുഴപ്പമുണ്ടാക്കരുത്. മറ്റേത് പ്രവൃത്തിയും പോലെ ധ്യാനിക്കുന്ന പ്രവൃത്തിക്കും ഫലമുണ്ട്, അത് വ്യർത്ഥമാകത്തില്ല. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്? ജ്ഞാനാദേവ തസിദ്ധേഹേ, ഇവിടെ പറയുന്ന സർവാത്മഭാവം അത് ജ്ഞാനം കൊണ്ടാണ് സിദ്ധിക്കുന്നത്. അത് ക്രിയാഫലമല്ല എന്നർത്ഥം. ഉപാസനയിലൂടെ ജ്ഞാനം, ജ്ഞാനത്തിലൂടെ സർവാത്മഭാവം, അങ്ങനെ ആയാലോ? അതാണ് നേരത്തെ നിഷേധിച്ചത്. ഉപാസനയിലൂടെയല്ല ജ്ഞാനം, ഉപദേശത്തിലൂടെയാണ് ജ്ഞാനം. രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഉപദേശത്തിലൂടെ ജ്ഞാനം എന്ത് ജ്ഞാനം? അദ്വൈത ജ്ഞാനം, സർവാത്മജ്ഞാനം, ഏകത്വജ്ഞാനം. ആ ജ്ഞാനത്തെക്കുറിച്ച് പറയുന്നു. മറ്റേതെങ്കിലും ജ്ഞാനമാണ് നമുക്ക് ലക്ഷ്യമെങ്കിൽ അവിടെ ഉപാസന ആവശ്യമാണ്. ഏകത്വജ്ഞാനം ഒഴികെ ബാക്കിയുള്ള ജ്ഞാനങ്ങളെല്ലാം നമുക്ക് ഉപാസനയിലൂടെ നേടാം. നമ്മളെപ്പോഴും ജ്ഞാനത്തെ ആർജിക്കുന്ന ഉപാസനയിലൂടെയാണ്. കേൾക്കുന്നു, ചിന്തിക്കുന്നു, പഠിക്കുന്നു, മനസ്സിലാക്കുന്നു, സർവത്ര ഉപാസനയാണ്. അവിടെ ഏകാഗ്രമായി ചിന്തിക്കുമ്പോൾ ജ്ഞാനം ഉണ്ടാകും. ഇവിടെ അതിനെക്കുറിച്ചല്ല പറയുന്നത്. ആത്മബോധം, അത് ജ്ഞാനാദേവ
ആത്മബോധം അതിന്റെ ഫലമായി വരുന്ന സർവാപത്തി ഇതെല്ലാം ജ്ഞാനത്തിലൂടെ ശ്രദ്ധിച്ചതുകൊണ്ട് ഉപാസന വ്യർത്ഥമാണ്. എന്തുകൊണ്ട്? യദ്വാച അനഭ്യതിതം മനതേ മനസാനയത് തദൈവ ബ്രഹ്മത്വം വിദ്ധിത്വം നത്വിതം യതുപാസത. ഇത് നമ്മൾ ചർച്ച ചെയ്തതാണ്. അതെവിടെ ഇപ്പോ ആചാര്യൻ സ്വന്തം ഭാവനയിൽ എന്തെങ്കിലും പറയുകയല്ല, കൽപ്പനയിൽ പറയുന്നൊന്നുമല്ല. നേരത്തെ പറഞ്ഞല്ലോ, ഇത്ര അപൂർവമായ കാര്യമായാലും ശരി, അത് പ്രാമാണികമാണെങ്കിൽ സ്വീകരിക്കാം, പ്രാമാണികമല്ലെങ്കിൽ സ്വീകരിക്കാൻ കഴിയത്തില്ല. പ്രമാണവന്തി അധിഷ്ഠാനി കൽപ്യാനി ബഹൂന്യപി അധിഷ്ഠ ശതഭാഗോപി ന കൽപ്യൂ നിഷ്പ്രമാണക. വിദ്വാൻമാരിത് പലയിടത്തും എടുത്തു കാണിക്കുന്ന ഒരു ഭാഗമാണ്. യദ്വാച അനഭ്യതം വാക്കുകൊണ്ട് പറയാൻ കഴിയില്ല. മനസ്സ മനത്തെ മനസ്സുകൊണ്ട് ചിന്തിക്കാൻ വയ്യ. തദൈവ ബ്രഹ്മ ത്വം വിദ്ധി, അതാണ് ബ്രഹ്മ. നീ അറിയണം. ഇതം യതുപാസതേ, അല്ലാതെ ഉപാസിക്കുന്നതൊന്നുമല്ല. ധ്യാനിക്കുന്നത് ബ്രഹ്മത്തെ അല്ല. അതുവെച്ചാൽ ധ്യാനിക്കുന്നത് ഒരിക്കലും സ്വരൂപത്തെ അല്ല. സ്വരൂപത്തെ ധ്യാനിക്കാൻ സാധ്യമല്ല. കാരണം ധ്യാനിക്കുന്ന ധാതാവ് തന്നെയാണ് സ്വരൂപം. ധാതാവിന്റെ പരമാർത്ഥ രൂപമാണ് സ്വരൂപം. അതിനെ ധ്യാനിക്കാൻ കഴിയില്ല. ആത്മാശ്രയദോഷം പറഞ്ഞു. സ്വയം തന്റെ തലയിൽ കാലെടുത്ത് കുത്തുന്ന പോലെ ഇരിക്കുന്നത് അസംഭവമായ കാര്യമാണ്. ഭൂമിയിൽ നിന്നുകൊണ്ട് തലയിൽ കാല് വയ്ക്കുക അസംഭവമാണ്. ബ്രഹ്മധ്യാനം അസംഭവമാണ് അതിന്റെ ശരിയായ അർത്ഥത്തിൽ. പിന്നെ ബ്രഹ്മധ്യാനം എന്ന് പറയുന്നത് അത് ബ്രഹ്മത്തിന് നാമരൂപങ്ങളെല്ലാം കൽപ്പിച്ചിട്ട് ആ നാമരൂപങ്ങളാകുന്ന ഉപാധികളിലൂടെ ബ്രഹ്മത്തെ ധ്യാനിക്കുന്നു. അങ്ങനെയാകാം. അതല്ല ഇവിടെ പറയും. ഉപാസ്യക്രിയ വ്യാപ്തി അബ്രഹ്മത്വസ്യ ലക്ഷണം ശ്രുതി അകാരി യഥ താതൃ കഥം ബ്രഹ്മേത്യുപാസ്യത്തെ. നിങ്ങൾ പറയും ഞാൻ ബ്രഹ്മത്തിനെ ധ്യാനിക്കുന്നു, ആത്മാവിനെ ധ്യാനിക്കുന്നു, ആത്മാവിനെ ധ്യാനിച്ച് സാക്ഷാത്കരിക്കുന്നു, ബ്രഹ്മത്തെ ധ്യാനിച്ച് ബ്രഹ്മനിഷ്ഠനാകുന്നു. ഇതൊക്കെ എങ്ങനെ നിങ്ങൾക്ക് പറയാൻ കഴിയുന്നതെന്നാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ട്? ഉപാസിക്രിയ വ്യാപ്തി. ഒരു ക്രിയയ്ക്ക് വിഷയമാകുക, അത് അതിസൂക്ഷ്മമായ മാനസിക ക്രിയ ആയിക്കൊള്ളട്ടെ, അതിനുള്ള ഉപാസിക്രിയ എന്ന് പറയുന്നു. അത് എവിടെയെങ്കിലും ആ അതിസൂക്ഷ്മമായ മാനസിക ക്രിയ നടക്കുന്നുണ്ടെങ്കിൽ അതാണ് അബ്രഹ്മത്വസ്യ ലക്ഷണം. ബ്രഹ്മം അല്ല എന്നുള്ളതിന്റെ ലക്ഷണം അതാണ്. എവിടെയെങ്കിലും നിങ്ങളുടെ മനസ്സ് ചെന്ന് പറ്റുമെങ്കിൽ അവിടെ മനസ്സിലാക്കണം അത് ബ്രഹ്മമല്ല, അബ്രഹ്മത്വത്തിന്റെ ലക്ഷണം. മനസ്സ് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞിടത്ത് പിന്നെ എങ്ങനെയാ മനസ്സെത്തിച്ചേരുന്നത്? എങ്ങനെയാ അവിടെ ധ്യാനിക്കുന്നത്? അങ്ങനെ സംഭവിക്കണമെങ്കിൽ അത് അബ്രഹ്മമാണ്. മറ്റെന്തിനെയോ ധ്യാനിക്കണം. വസ്തു പേരാണ്, പേര് ഇത് തന്നെ കൊടുത്ത് ബ്രഹ്മം എന്ന് കൊടുത്ത്. അങ്ങനെ സംഭവിക്കാമല്ലോ. ബ്രഹ്മം എന്നുള്ള പേരിട്ട് ഏതിനെയും വിളിക്കും. കാരണം സർവവും ബ്രഹ്മസ്വരൂപമോ. അതുകൊണ്ട് സൃഷ്ടമായ ഏതിനെയും നമുക്ക് ബ്രഹ്മമെന്ന് വിളിക്കാം, അതിനെ ധ്യാനിക്കാം. പക്ഷെ അത് പരമാർത്ഥ ബ്രഹ്മമല്ല. നമ്മൾ ധ്യാനിക്കുന്ന ഒരു രൂപവും പരമാർത്ഥ ബ്രഹ്മമല്ല. നമ്മൾ ധ്യാനിക്കുന്ന ഒരു നാമവും പരമാർത്ഥ ബ്രഹ്മമല്ല.
ബ്രഹ്മ സർവാത്മകമായിരിക്കുന്നതുകൊണ്ട് ഇതെല്ലാം പരമാർത്ഥമല്ല എന്ന് ചോദിക്കും. ശരി, ബ്രഹ്മ സർവാത്മകമാണെങ്കിൽ പിന്നെ ഇവിടെ ധ്യാനത്തിന്റെ ആവശ്യം ആരാരും ധ്യാനിക്കാനോ? സർവാത്മകത്തിൽ പിന്നെ ധ്യാനക്രിയ ഇല്ലല്ലോ. ശ്രുതിയാകാരി, ശ്രുതി ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നു. പിന്നെ ധ്യാനവും മറ്റും ഗുരുക്കന്മാർ ഉപദേശിക്കുന്നു. അതൊക്കെ അസംബന്ധമാണല്ല. ഇവിടെ പറയുന്നത് തത്വബോധത്തെക്കുറിച്ച്. ആ തത്വബോധത്തിന് ഇപ്പുറമുള്ള കാര്യങ്ങൾക്ക് ഇതൊക്കെ ആവശ്യം. ഇവിടെ അതിനു വേണ്ടിയിട്ടാണ് ധ്യാനം മറ്റും ഉപദേശിക്കുന്നത്. ഈ തത്വനിഷ്ഠ സാധിക്കാതെ വന്നാൽ ആ തത്വനിഷ്ഠയിൽ രുചിയില്ലാതെ വന്നു, അങ്ങനെ വരാണ് താല്പര്യമില്ലാതെ. തത്വനിഷ്ഠയിൽ താല്പര്യമില്ലാതെ വരുന്നതിനുള്ള കാരണം മുഖ്യമായും അതിനുള്ള ശേഷിയില്ലായ്മ തന്നെ. ശേഷിയില്ലാത്തത് താല്പര്യമില്ലാതെ വരും. കാരണം സംസ്കാരമാണ് അതിന് കാരണം. ശേഷിയില്ല, താല്പര്യമില്ല. അവിടെ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ ഗുരുക്കന്മാർ ഉപാസക്രിയ നിർദ്ദേശിക്കുന്നു. നിങ്ങൾ ഉപാസിക്കുക, ഇന്ന രീതി ഉപാസിക്കുക, ഇന്ന രീതി ഉപാസിക്കുക. ഉപാസന മുഖ്യ ഉപദേശമല്ലെന്നർത്ഥം. പക്ഷെ ഉപാസനയെ കുറിച്ചാണല്ലോ കൂടുതൽ ശാസ്ത്രങ്ങൾ ചർച്ച ചെയ്യുന്നത്. ആചാര്യന്മാർ കൂടുതൽ പറയുന്നത് ഉപാസനയെ കുറിച്ചാണല്ലോ. അത് ശരിയാണ്. കാരണം ഭൂരിപക്ഷം കഴുതകളാണ്. ഭൂരിപക്ഷത്തിന് വേണ്ടിയിട്ടാണ് ഗുരുക്കന്മാർ ഉപദേശിക്കുന്നത്. അവയ്ക്ക് പറ്റിയ കാര്യങ്ങൾ പറയും. അപൂർവമായി പറയുന്നതായിരിക്കും മുഖ്യമായ കാര്യം. ലോകത്തിനനുസരിച്ച് പറയുന്നത് ലോകത്തിന് മാത്രം യോജിക്കുന്ന കാര്യമാണ്. അത് പരമാർത്ഥമാണ്. പരമാർത്ഥം അതിന് യോഗ്യതയുള്ളവർക്ക് വേണ്ടി മാത്രം പറയും. അത് വളരെ കുറവേ ഉണ്ടായിരിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഇതിന് പ്രാമുഖ്യം കൊടുത്ത് ചർച്ച ചെയ്യാത്തത്. ഇവിടെ ഭാഷ്യകാരൻ ചർച്ച ചെയ്യുന്നത് വലിയ സമൂഹത്തെ നോക്കിയിട്ടല്ല. ഇതിന് യോഗ്യതയുള്ള ഒന്നോ രണ്ടോ വ്യക്തികളെ നോക്കി പറയുക. ആദ്യം തന്നെ പറഞ്ഞില്ലേ, ഒരുപാട് യോഗ്യതകളെ കുറിച്ച് പറഞ്ഞില്ലേ, ആ യോഗ്യതകളൊക്കെ ഉള്ള ഒരു ഉദ്ദേശിച്ച് പറയുകയാണ്. അതിന് ചാർവാകന്റെ സിദ്ധാന്തത്തിൽ പ്രചാരം കിട്ടിയതുപോലെ അദ്വൈതത്തിൽ പ്രചാരം കിട്ടാത്തതാണ്. അത് വരത്തില്ല. ശരി, തത്വജ്ഞാനത്തിന്റെ കാര്യം അവിടെ ഇരിക്കട്ടെ. ഉപാസനയെ കുറിച്ച് ചിന്തിച്ചാൽ ഉപാസന ആർക്ക് അസാധ്യമാണ്? ഇവിടെ അദ്വൈതത്തിന്റെ സന്ദർഭത്തിൽ സാധാരണ വരുന്ന കർമ്മം എന്നുവെച്ചാൽ കർമ്മയോഗാത്മകമായ കർമ്മം, ഗൗണമായ ഭക്തി, ആരാധനാരൂപത്തിലുള്ള ഭക്തി, ദ്വൈതബുദ്ധിയോടുകൂടിയുള്ള ഭക്തി, അതാണ് ഗുണഭക്തി എന്ന് പറയുന്നത്.
യോഗം, അഭ്യാസം, ശാരീരികവും മാനസികവുമായ പല സിദ്ധിവിശേഷങ്ങളെ ഉണ്ടാക്കുന്ന യോഗം. പിന്നെ ഇതുപോലെ എന്തൊക്കെ ഉണ്ടോ, തന്ത്രമന്ത്ര എന്തൊക്കെയോ പരിപാടികളുണ്ടോ, ഇതെല്ലാം ഉപാസനയിൽപ്പെടുന്നു. എല്ലാത്തിനെയും കൂടെ ചേർത്തിട്ടാണ് ഉപാസന എന്ന് പറയുന്നത്. ഓരോ സന്ദർഭത്തിലും ഓരോന്നിനും പ്രാധാന്യം വരുന്നു. ഇതെല്ലാം കൂടെയാണ് ഉപാസന. ഈ ഉപാസന ആർക്ക് വേണ്ടിയിട്ടാണ്, എങ്ങനെയാണ്, അതിന്റെ യോഗ്യത എന്താണ്? ഉപാസന ഇല്ലാത്ത ആരുമില്ല. ഏതെങ്കിലും ഒരു വിഷയത്തിൽ മനസ്സ് ഏകാഗ്രമായാൽ ആ ഏകാഗ്രത എന്ന ഉപാസന, അത് ഉപാസനയാണ്. പക്ഷെ ഇവിടെ പറയുന്നത് അത്ര ഉപാസനയെ കുറിച്ചാണ്. ആധ്യാത്മികമായ ഉപാസന, ആത്മസംബന്ധിയായിട്ടുള്ള ഉപാസന. ഉപാസനയാണ് വേദത്തിൽ കൂടുതലും വിധിച്ചിരിക്കുന്നത്. ഉപാസന മോശപ്പെട്ട ഒരു കാര്യമൊന്നുമല്ല, വളരെ ശ്രേഷ്ഠം തന്നെയാണ്. അതാണ് കൂടുതലും വേദത്തിൽ വിധിച്ചിരിക്കുന്നത്. ആചാര്യന്മാർ ഉപദേശിക്കുന്നത് അത് തന്നെ, ആ ഉപാസന. പക്ഷേ ആധ്യാത്മികമായ ഉപാസനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതിന് വിശേഷമായ ചില യോഗ്യതകളൊക്കെ വേണം. ഏതുപാസനയ്ക്കും ബുദ്ധിയുടെ ഏകാഗ്രതയും മറ്റും വേണം. പക്ഷെ അതിൽ കൂടുതലായി ആധ്യാത്മിക ഉപാസനയ്ക്ക് ബുദ്ധിയുടെ ഏകാഗ്രത, ശുദ്ധി എല്ലാം കൂടിയെത്തിക്കും. ആധ്യാത്മിക ഉപാസന എന്ന് പറയുന്നത് ബുദ്ധിക്ക് ഏകാഗ്രത വന്നു കഴിഞ്ഞാൽ അത് ഭൗതികമായ ഏകാഗ്രതയാകാം. അത് ഭൗതിക ഉപാസന എന്ന് പറയും. ശാസ്ത്രജ്ഞന്മാരും മറ്റും ബഹിർമുഖമായി ചിന്തിക്കുന്ന ഭൗതിക ഉപാസനയാണ്. ആധ്യാത്മിക ഉപാസന അങ്ങനെയല്ല. ആത്മീയ ജിജ്ഞാസുക്കൾ ആന്തരികമായി അനുഷ്ഠിക്കുന്നതാണ് ആധ്യാത്മിക ഉപാസന. ഈ ഉപാസനയ്ക്ക് മനഃശുദ്ധി, ഏകാഗ്രതയും രണ്ടും വേണം. ഏകാഗ്രമായ ശുദ്ധമായ മനസ്സുകൊണ്ട് ഉപാസന സാധ്യമാകൂ. അങ്ങനെയാണെങ്കിൽ ദൃശ്യതേതു അഗ്രയാ ബുദ്ധ്യ മനസ്സേവേതി യദ്വജഃ തദാത്മവിദ്യാ വിദ്യർത്ഥം ന ഉപാസന വിധായകം. ദൃശ്യതേതു അഗ്രയാ ബുദ്ധ്യ എന്ന് പറഞ്ഞിരിക്കുന്നു. സൂക്ഷ്മയാ സൂക്ഷ്മദർശിഭി. ഇത് ഉപാസനയെക്കുറിച്ച് പറഞ്ഞാണ്. കാരണം ഉപാസനയ്ക്ക് ഇത് ആവശ്യമുള്ളൂ. പ്രത്യേകിച്ച് ആത്മോപാസനയ്ക്ക് ഇതാവശ്യമാണല്ലോ. ദൃശ്യതേത്വ അഗ്രയാ ബുദ്ധ്യ. അതുകൊണ്ട് തന്നെ ഇവിടെ ഉപാസനയാണ് മുഖ്യമെന്ന് കിട്ടുമല്ലോ എന്നാണെങ്കിൽ പറയുന്നതല്ല. ആത്മവിദ്യാവിദ്യർഥ, ആത്മവിദ്യ ബോധിപ്പിക്കുന്നതിനാണ് പറയുന്നത്. ഈ ആത്മവിദ്യ, ഈ പറയുന്ന ആത്മബോധത്തിനും അഗ്രിയമായ ബുദ്ധി ആവശ്യമാണ്. അതിസൂക്ഷ്മമായ ബുദ്ധി അവിടെ ആവശ്യമാണ്. മാലിന്യമില്ലാത്ത ബുദ്ധി അവിടെ ആവശ്യമാണ്. ആത്മബോധത്തിൽ ഉപാസനയ്ക്കും അത് ആവശ്യമാണ്, ആത്മബോധത്തിനും ആവശ്യമാണ്. ഏത് സന്ദർഭത്തിലാണോ ബുദ്ധിയുടെ സൂക്ഷ്മതയെക്കുറിച്ച് പറയുന്നത് അവിടെ അത് മനസ്സിലാക്കും. ഇവിടെ ആത്മബോധത്തിന്റെ സന്ദർഭത്തിൽ പറയുമ്പോൾ ഇത് അഗ്രിയമായ ബുദ്ധി, അതിന് സൂക്ഷ്മം എന്നുള്ള അർത്ഥം എടുത്തു കഴിഞ്ഞാൽ അത് ആത്മബോധത്തിന് വേണ്ട ബുദ്ധിയെക്കുറിച്ച് പറയുക.